പലർക്കും സ്വർഗരാജ്യവും ദൈവരാജ്യവും ഒക്കെ ഒരു നഷ്ടമാണെന്നാണ് പലരും വിചാരിക്കുന്നത്. ഇത്രയും നല്ല സുഖവും സൗകര്യവും സന്തോഷമൊക്കെ ഈ ഭൂമിയിൽ കിടക്കുമ്പോഴേക്കും നമ്മൾ സ്വർഗമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ അങ്ങനെ നഷ്ടമാക്കി കളഞ്ഞ ഒരു കൂട്ടരെയാണ് അവര് അവിടെ കാണിക്കുന്നത്. എന്നാൽ ഇത് നഷ്ടമല്ല, ഞാനിവിടെ ചില പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് തമ്പുരാൻ പറഞ്ഞെങ്കിൽ പോലും, നേരിട്ട് പറഞ്ഞെങ്കിൽ പോലും അതിന് വലിയ വില കൊടുക്കാതെ, അത് വിശ്വസിക്കാതെ ചിലർ പറയുന്ന എന്താണ്, ചിലർ പറയുന്ന എന്താണ്, ഒരുത്തൻ എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ അവളെ ഒരുത്തൻ ഇങ്ങനെ നിന്ന് നിരത്തിലേക്ക് ഒരു പോക്ക് ആണോ? എന്നാ തന്നെ കൃഷി സ്ഥലത്തേക്ക് താഴെ ഞാൻ എന്ത് ചെയ്യുക? പണിയാൻ പോവുക. എനിക്ക് പണിയാണ് താല്പര്യം. ഈ ആരാധനയോ പാട്ടോ കാര്യമോ ഒന്നുമല്ല വിഷയം. ഞാൻ എന്റെ പണിസ്ഥലത്തേക്ക് പോയി. രണ്ടാമത്തെ ആള് എനിക്ക് ഇന്ന് ഞായറാഴ്ചയാണ് ഇച്ചിരി കച്ചവടം കൂടുതലുള്ള ദിവസം. അപ്പൊ ഞായറാഴ്ച ഞാൻ പതുക്കെ കച്ചവട സ്ഥലത്തേക്ക് പോവുകയാണ്. ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഈ ആത്മീയ കാര്യത്തിന് വേണ്ട വില കൊടുക്കാതെ ഭൗതികതയിലേക്ക് പോകുന്ന ഒരു കൂട്ടം ജനം. അത് മനസ്സിലാക്കുവാൻ വേണ്ടി സ്വർഗീയ സന്തോഷത്തിന് വില കൊടുക്കാതെ ഭൗതികമായ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം ജനത്തെ കാണിക്കുവാൻ വേണ്ടിയാണ് ആ ഉദാഹരണം അപ്രകാരം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓർക്കണമേ, ഇതൊരു ഉപമയാണ്. കർത്താവ് പറഞ്ഞ ഉപമയാണ്. സ്വർഗീയ സൗഭാഗ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. പക്ഷെ അതിന് വില കൊടുക്കാതെ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ കുടുംബത്തെ കുറിച്ചുള്ള ചിന്തയായിരിക്കാം കൂടുതൽ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ചിന്തയായിരിക്കാം, ഭൗതികമായിട്ടുള്ള ചിന്തകളായിരിക്കാം, ആത്മീയതയേക്കാൾ കൂടുതൽ അതിനെ കാണിക്കുവാൻ വേണ്ടി യുവന്മയിലൂടെ കർത്താവ് ശ്രമിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയായി പോകുന്നില്ലേ? ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആത്മീയതയേക്കാൾ പലപ്പോഴും വില കൊടുക്കുന്നത് നമ്മുടെ ഭൗതികതയ്ക്കല്ലേ, നമ്മുടെ ലൗകിക ജീവിതത്തിന് വേണ്ടിയല്ലേ? അയ്യോ, വിവാഹത്തിലേക്ക് വരാൻ നേരമില്ല, ഞാൻ എന്റെ കൃഷിയിടത്തിലേക്ക് പോവുകയാണ്, വിവാഹത്തിന് വരാനൊന്നും സമയമില്ല, ഞാൻ എന്റെ വ്യാപാരത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. അവരങ്ങനെ ഒഴിവ് കഴിവ് പറഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊന്നു കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊന്നു കളഞ്ഞു. ഈ സ്വർഗീയ സൗഭാഗ്യം ഇസ്രായേൽ ജനതയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി പല പ്രവാചകന്മാരെ ഈ വാഗ്ദത്തങ്ങൾ, ഈ സൗഭാഗ്യങ്ങളുടെ വർണ്ണന കൊടുത്ത് ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചവരെ പലരെയും പിടിച്ച് എന്ത് ചെയ്തു? അപമാനിച്ചു. പലരെയും പിടിച്ച് കൊന്നു കളഞ്ഞു. പല പ്രവാചകന്മാരെയും പിടിച്ച് കൊന്നു കളഞ്ഞു. അവൻ ഈ സ്വർഗീയ സൗഭാഗ്യത്തിന് ഒരു വില കൊടുത്തില്ല. തന്റെ ദാസന്മാരെ പിടിച്ച് കൊന്നു കളഞ്ഞു. വായിച്ചുകൂട. അടുത്തത് സൈന്യങ്ങളെ അയച്ച് രാജാവ് കൊലപാതകന്മാരെ മുടിച്ച് ഒരു പട്ടണം ചുട്ടുകളഞ്ഞു. രാജാവ് എന്ത് ചെയ്തു? കോപിച്ചിട്ട് തന്റെ സൈന്യത്തെ അയച്ചിട്ട് ആ കൊലപാതകന്മാരെ, ആ പട്ടണം എന്ത് ചെയ്ത്? മുടിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു. പിന്നെ അവൻ ദാസന്റെ ശ്രദ്ധിച്ചോണം. പിന്നെ ഈ രാജാവ് ദാസന്മാരോട് പറയുകയാണ്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, മഹത്വകരമായ ഒരു സദ്യ റെഡിയായിരിക്കുന്നുണ്ട്, ഇത് അനുഭവിക്കുവാൻ ആരെങ്കിലും വേണമല്ലോ. എന്നാൽ നമ്മുടെ തീരുമാനത്തിലൊരു മാറ്റം വരുത്തിയേക്കാം. അടുത്തത് ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലക്കിൽ ചെന്ന് കാണുന്നവരൊക്കെ കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. ക്ഷണിക്കപ്പെട്ട ഇസ്രായേൽ ഈ സ്വർഗീയ സൗഭാഗ്യത്തിന് യോഗ്യരല്ലാതെ ആയി തീർന്നപ്പോൾ കാണുന്നവരെയും വിളിച്ച് കല്യാണത്തിന് കൊണ്ടുവരുവാൻ പറഞ്ഞതിന് പ്രകാരം ഈ വിവാഹ സദ്യക്ക് വന്നവരാണ് നാം എല്ലാവരും. തമ്പുരാൻ പ്ലാൻ ചെയ്ത് അബ്രഹാമിലൂടെ വിളിച്ച് വേർതിരിച്ച് ഇസ്രായേൽ എന്ന ഒരു ജനതയെ വാർത്തുണ്ടാക്കി സ്വർഗരാജ്യം അവർക്ക് കൊടുക്കുവാൻ അവരെ ക്ഷണിച്ചപ്പോൾ
ദൈവം പറഞ്ഞു വിട്ടേക്ക്, വിളിച്ചവന്മാരെയൊക്കെ വിട്ടേക്ക്, കാണുന്നവന്മാരെ വഴിത്തലയ്ക്ക് കാണുന്നവരെല്ല വിളിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞ കൂട്ടത്തിൽ എത്തപ്പെട്ടവരാണ് നാം. സമയമില്ല അവിടെ നിൽക്കാൻ. അടുത്ത ഭാഗം. ആ ദാസന്മാർ തെരുവുകളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. എങ്ങനെയാ തെരുവീതികളിൽ പോയി? ദൈവം നമ്പരാൻ വിളിച്ചത് എങ്ങനെയാ? നല്ലവരെ മാത്രം, കൊള്ളാവുന്നവരെ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞാ ആരെയൊക്കെ വിളിച്ചത്? ദുഷ്ടന്മാരെ വിളിച്ചു, നല്ലവരെ വിളിച്ചു. തമ്പുരാൻ നല്ലവരെ മാത്രം നോക്കി വിളിക്കുമായിരുന്നെങ്കിൽ നമ്മൾ ഒരൊറ്റ പറഞ്ഞ ഇതിനകത്ത് കാണത്തില്ലായിരുന്നു. എന്നാൽ ആരെ വിളിച്ചു? ദുഷ്ടന്മാരെ വിളിച്ചു, നല്ലവരെയും വിളിച്ചു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. ഓർത്ത് നോക്കിക്കേ, ഇസ്രായേൽ എന്ന ഒരു ജനത്തിലെ ചില ആളുകൾക്ക് മാത്രം അവകാശമായിരുന്ന സ്വർഗരാജ്യം ഇപ്പോൾ എങ്ങനെയാ? കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറയുവാനിടയായി. ഭൂലോകമെമ്പാടും അനേകായിരങ്ങൾ, അനേക ലക്ഷ ദൈവത്തിന്റെ ഭക്തന്മാരെ ദൈവം വിളിച്ചു വേർതിരിക്കുവാനിടയായി. നോക്കിയ പ്രപഞ്ചത്തിന്റെ ഒരു കോണിലുള്ള, ഈ ഭൂമിയുടെ ഒരു കോണിലുള്ള ഇസ്രായേൽ എന്ന ഒരു കൊച്ചു ദേശത്തിനകത്തുള്ളവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വർഗരാജ്യ പ്രപഞ്ചം മുഴുവൻ നിറയുവാനിടയായി. വിരുന്നുശാല വിരുന്നുകാരെ കൊണ്ട് നിറയുവാനിടയായി. അടുത്തത് വായിക്കാം. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിച്ച സമയമായപ്പോൾ വിരുന്നുകാരെ കാണുവാൻ വേണ്ടി, നോക്കുവാൻ വേണ്ടി രാജാവ് അകത്ത് വന്നു. ഈ വിരുന്നുശാലയിലേക്ക് വന്നു. മക്കളിങ്ങനെ നിറഞ്ഞിരിക്കുക. സ്വർഗരാജ്യം നിറഞ്ഞു. സഭയില്ലാത്തോണ്ട് പോകാത്തത്. യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ സ്വർഗരാജ്യം എന്ത് ചെയ്യുന്ന പറഞ്ഞത്? സ്വർഗരാജ്യം ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ എന്ത് ചെയ്യുന്നു? ബലാത്കാരം ചെയ്യുന്നു എന്ന് വെച്ചാൽ അർത്ഥം കാണിപ്പലം പറയായിരുന്നു. ഒരമ്മച്ചി സാക്ഷി പറഞ്ഞ, ഞാൻ കർത്തനെ വിരട്ടി അടിച്ച വിഷയം പ്രാർത്ഥിച്ചത്. തമിഴമ്മച്ചി പറഞ്ഞത് കർത്തനെ എന്ത് ചെയ്തു? വിരട്ടി. അങ്ങനെ ഞാൻ അഭിഷേകം പ്രാപിച്ചത്. ദൈവത്തെ ഒന്ന് വിരട്ടിയപ്പോ എനിക്ക് അഭിഷേകം കിട്ടിയത്. സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇസ്രായേൽ മക്കൾക്ക് മാത്രമായി അവകാശമുള്ള ഈ സ്വർഗരാജ്യത്തിന്റെ വേദികളെ തകർത്ത് യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ സർപ്പസന്തതികളെ എന്നുള്ള ആ വിളിയിൽ ഉൾത്തളം തകർന്ന് പാപബോധം ഉള്ളിൽ പ്രവേശിച്ച് എനിക്ക് ഈ സ്വർഗം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വേലിക്കെട്ടുകളെ പൊളിച്ച് ബലാത്കാരം ചെയ്ത് സ്വർഗലോകത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് ഇടിച്ചു കയറുവാൻ ഒരു കൂട്ടം തയ്യാറായി. അന്ന് റിസർവ് ചെയ്ത് വെച്ചിരിക്കുക ഇസ്രായേലിന് മാത്രം, യഹൂദന് മാത്രം. ബാക്കിയുള്ളവരെ പുറം ജാതികളെന്ന് കണ്ട് മാറ്റി നിർത്തിയപ്പോൾ ഇല്ല, എനിക്ക് സ്വർഗരാജ്യം അവകാശമായി വേണമെന്ന് വെച്ച് ബലാത്കാരം ചെയ്ത് അതിനകത്തേക്ക് കയറുവാനിടയായി. അത് കഴിഞ്ഞൊരു മഹത്തായ ബലാത്കാരം കണ്ടത് എവിടെയാണെന്നറിയാമോ? പത്രോസിന്റെ ഒരു ഒറ്റ പ്രസംഗത്തിൽ 5000 എണ്ണം സ്നാനപ്പെടുവാനിടയായി. ഇടിച്ചു കയറുക സ്വർഗരാജ്യത്തിലേക്ക്. അങ്ങനെ ഇടിച്ചു കയറ്റപ്പെട്ട് അന്ന് മുതൽ ഇന്ന് വരെ വിരുന്നശാല നിറയുവാനിടയായി. ആ വിരുന്നശാലയിലാണ് നാമുമായിരിക്കുന്നത്. ഇങ്ങനെ വിരുന്നശാല നിറഞ്ഞിരിക്കുമ്പോൾ വിരുന്നുവാഴി രാജാവ് വിരുന്നുകാരെ കാണുവാൻ വേണ്ടി വന്നു, നോക്കുവാൻ വന്നപ്പോൾ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്തൊരു മനുഷ്യനെ അവിടെ കണ്ടു. അപ്പോൾ അവിടെ വിരുന്നുശാലയിൽ കയറി വരണമെങ്കിൽ എന്ത് വേണമായിരുന്നു? കല്യാണ വസ്ത്രം. ആരെയൊക്കെയാണ് വിരുന്നുശാലയിലേക്ക് കൂട്ടിക്കൊണ്ട് വരുത്തിയത്? ദുഷ്ടന്മാരെയും നല്ലവരെയും. കാര്യം ശരിയാ, ദുഷ്ടനെയും നല്ലതിനെ എന്ന് വെച്ചാൽ പാപികളെ രക്ഷിപ്പാനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ദുഷ്ടനെയും നല്ലവരെയും വിളിച്ച് കല്യാണശാലയിൽ കടന്നു വന്നപ്പോഴേക്കും ആ കല്യാണശാലയുടെ വാതിക്കൽ ചിലർ നിൽപ്പുണ്ട്. അവർ എന്ത് ചെയ്തു? കടന്നു വന്ന ഓരോരുത്തർക്കും ആ കല്യാണ വസ്ത്രം കൊടുത്തു. ചുമ്മാ ചാടി കയറി പോയി കഴിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ധരിക്കണം?
കല്യാണ വസ്ത്രം. വരുന്നത് ദുഷ്ടനായിക്കൊള്ളട്ടെ, വരുന്നത് നല്ലവനായിക്കൊള്ളട്ടെ, പക്ഷെ അകത്ത് കയറണമെങ്കിൽ എന്ത് വേണം? കല്യാണ വസ്ത്രം ധരിക്കണം. അതിനിടയ്ക്ക് ഒരുത്തൻ കയറി, ഉപമയാണ്, ഒരുത്തൻ കയറി, എനിക്ക് വസ്ത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ കഴിച്ചിട്ട് പോകാൻ പോകും. അകത്ത് കയറി. അപ്പൊ അതാ ഒരുവനെ രാജാവ് കണ്ടുപിടിച്ചു. അവനോട് ചോദിക്കാണ്, സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. നീ എങ്ങനെയാണ് അകത്ത് വന്നത് ഈ കല്യാണ വസ്ത്രം ഇല്ലാതെ? ഈ കല്യാണ വസ്ത്രം എന്തിനെ കാണിക്കുന്നു അറിയാമോ? എന്തിനെ കാണിക്കുന്നു? നിങ്ങൾ പറ. ഒരു വിളിച്ചു വേർതിരിക്കപ്പെട്ട, കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട ഒരുവൻ നല്ലവനായാലും ദുഷ്ടനായാലോ അവൻ വിളിച്ചവൻ ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനൊരു കല്യാണ വസ്ത്രം ഉണ്ടായിരിക്കണം. ആ കല്യാണ വസ്ത്രം ഒരു രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വിളിച്ച സദ്യക്ക് വേണ്ടി വിളിച്ച ഒരുവന്റെ വിശുദ്ധ ജീവിതത്തെ കാണിക്കുന്നു. അത് ഒരുത്തൻ എന്തില്ലായിരുന്നു? കല്യാണ വസ്ത്രമില്ലായിരുന്നു, വിശുദ്ധ ജീവിതമില്ലായിരുന്നു. അത്ഭുതത്തോടെ ചോദിച്ചു, അയ്യോ സ്നേഹിത, നീ എങ്ങനെ ഇതിനകത്ത് കടന്നു വന്നത്? അടുത്തത്, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. വളരെ ചിന്തിപ്പിച്ചു പറഞ്ഞു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. ഇന്നൊരു പക്ഷേ നമുക്ക് ഇപ്പൊ എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒന്നും പറഞ്ഞാൽ അതിന് എതിരായിട്ട് നല്ല രീതിയിൽ പറഞ്ഞു നിൽക്കാൻ എനിക്കറിയാം. എന്റെ വാക്ക് മുട്ടിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. എന്നെ തന്നെയല്ല, നമ്മുടെ ആരുടെയും വാക്ക് മുട്ടിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. സംസാരിച്ച് വരുന്നവരുടെ വാക്ക് മുട്ടി പോകുന്നുള്ളൂ. പക്ഷെ അന്ന് എത്ര നല്ലതായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവന്റെ വാക്കും മുട്ടി പോകുന്നത്. ഇന്ന് ഒത്തിരി ഒഴിവ് നമുക്ക് പറയാം, ഇന്ന് ഒത്തിരി എക്സ്ക്യൂസ് പറയാം. അത് പാസ്റ്റർ എനിക്ക് അങ്ങ് വരാൻ പറ്റാത്തത്, അത് പാസ്റ്റർ എനിക്ക് വരാൻ പറ്റാഞ്ഞത്. പാസ്റ്ററും പറയും, അതെ ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല, നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ. പാസ്റ്റർ എക്സ്ക്യൂസ് പറയും. പക്ഷെ അന്ന് ഇന്ന് നമുക്ക് പല ഒഴിവുകഴിവും പറയാം. എന്ത് ചെയ്യും? ഉത്തരം മുട്ടിപ്പോ, വാക്ക് മുട്ടി. എന്തിയെ നിന്റെ വിവാഹ വസ്ത്രം? ഈ വിവാഹ വസ്ത്രം എന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. വെളിപ്പാട് 19:7 നിർത്തോ, വേദന അവസാനിപ്പിക്കാം. സന്തോഷിച്ചു ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ ഗാന്ധിയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവന്റെ ഗാന്ധിയും ഈ ഒരുക്കും നോക്കിയാൽ ഇവിടെ പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഈ വിശുദ്ധ വസ്ത്രം ധരിക്കുന്നത് എങ്ങനെയാ? ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ഞാൻ ഉരുപ്പിടിപ്പിക്കാൻ പോവാ. കല്യാണത്തിനൊക്കെ ചെറുക്കനെ ഒരുക്കുമല്ലോ രാവിലെ. പെണ്ണുങ്ങളെ ഒരുക്കുന്നതല്ല, അത് പിന്നെ പറയണ്ട, ഇപ്പൊ എല്ലാം കൈവിട്ടു പോയി. ചെറുക്കന്മാരെ ഒരുക്കുന്നത് എങ്ങനെയാ? ആ വീട്ടിലെ 2-3 ചെറുപ്പക്കാർ ചേർന്ന് പതുക്കെ എന്റെ കല്യാണത്തിന്റെ സീരിയസ് അമ്മമാരെല്ലാം വന്ന് ഇങ്ങോട്ട് വന്ന് മീശയ്ക്ക് വന്ന് ഈ വെച്ച് മുടിയൊക്കെ ഇട്ട് അതിന് ബോർഡറൊക്കെ മുഖത്ത് പൊത്തി ഒരുക്കുന്ന വേണ്ടിയിട്ടുണ്ട്. എന്നാൽ ഈ വിശുദ്ധ വസ്ത്രം ഒരുക്കേണ്ടത് എങ്ങനെയാ? ആരെങ്കിലുമാണോ നമ്മളെ ഒരുക്കേണ്ടത്? അവിടെ എഴുതിയതെന്താ? തന്നെത്താൻ. അയ്യോ, ഞാൻ നിങ്ങളെ ഒരുക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. നിങ്ങൾ എന്നെ ഒരുക്കിയാലും ഒരു കാര്യവുമില്ല. ആ മഹാസമ്മേളനത്തിന്, ആ കുഞ്ഞാടിന്റെ കല്യാണത്തിനുള്ള കാന്തയാണെങ്കിൽ നാം എങ്ങനെ ഒരുക്കണം? തന്നെത്താൻ ഒരുക്കണം. ഈ ദിവസം എത്ര പേര് തന്നെത്താൻ ഒരുക്കി തുടങ്ങിയിട്ടുണ്ടെന്ന്? കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ അവിടെ തുടങ്ങിയിരിക്കുന്നു. നമ്മളെ വിളിച്ചതാ. ഇനി ഉടനെ ആള് വരും, ദാസന്മാർ വരും. വാ,
കല്യാണ സദ്യക്ക് നമ്മൾ എങ്ങനെയാണ് തന്നെത്താൻ ഒരുക്കിയത്? നമ്മുടെ ഒരുക്കങ്ങൾ എത്രത്തോളമായി? അടുത്ത വാക്യങ്ങളുടെ വാക്യം കുറച്ചുകൂടെ മനസ്സിലാകും. തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. അത് ഏതാ വസ്ത്രം? ഏതാ വസ്ത്രം? വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി. നീതി പ്രവൃത്തി എന്നൊന്നും പറഞ്ഞേക്കല്ല കേട്ടോ. നീതി പ്രവൃത്തി ഒത്തിരി പേര് കണ്ടേക്കാം. പക്ഷെ അന്ന് ധരിക്കുവാൻ ലഭിക്കുന്ന ആ ഡ്രസ് ഏതാണെന്നറിയോ? വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ. വിശുദ്ധന്മാരുടെ വിശുദ്ധ ജീവിതം, വിശുദ്ധന്റെ ആരാധന, വിശുദ്ധന്റെ പ്രാർത്ഥന, വിശുദ്ധന്റെ ഉപവാസം, വിശുദ്ധന്റെ പാട്ട്. എല്ലാരും പാട്ടിട്ട് കാര്യമില്ല. ആരുടെ ആയിരിക്കണം? വിശുദ്ധന്റെ പാട്ടായിരിക്കണം. എല്ലാരും കൈയടിക്കുന്ന കാര്യമില്ല. ഞാൻ തെളിയിച്ചത് അവസാനം. എല്ലാരും കൈയടിക്കുന്ന കാര്യമില്ല. അത് വിശുദ്ധന്റെ കൈയടി ആയിരിക്കണം. എല്ലാരും ആരാധിക്കുന്ന കാര്യമില്ല. ആരാധന എമ്പാടുമുണ്ട്. പക്ഷെ വിശുദ്ധ വസ്ത്രമില്ലാത്ത ആരാധനയെ തമ്പുരാൻ സ്വീകരിക്കുന്നില്ല. വിശുദ്ധ വസ്ത്രം എന്താണ്? വിശേഷ വസ്ത്രം ധരിപ്പാൻ അവൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ആ കുഞ്ഞാടിന്റെ കല്യാണത്തിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊരു വിശേഷ വസ്ത്രം ഉണ്ടായിരിക്കണം. ഒരു വിശേഷ വസ്ത്രമാണ്. എല്ലാവർക്കും ഉള്ള വസ്ത്രമല്ലത്. ഇതിനൊരു വിശേഷതയുണ്ട്. അതുകൊണ്ടാണ് നാം ചിലതിനൊക്കെ വിട്ടു നിൽക്കുന്നത്. എന്ത് നമുക്ക് തന്നെ ലൈസൻസ് ഇല്ല ഈ ഭൂമിയിലുള്ള മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ. നമുക്ക് ലൈസൻസ് ഉണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് നാം വിട്ടു നിൽക്കുന്നത്? നാം നീതിയിൽ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. ഈ ലോകവുമായിട്ട് നാം താതാത്മ്യപ്പെട്ട് പോകാത്തതിന്റെ കാര്യമല്ല. നമുക്കൊരു വിശുദ്ധ വസ്ത്രമുണ്ട്. അതുകൊണ്ടാണ്. അത് വസ്ത്രം ഏതാ? വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തിക്കാം. അല്ലാതെ ലോകത്തോട് അനുരൂപമായി പോകാൻ നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അറിവില്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല. അവസാനം ഒരു സംഭവം അവിടെ ഉണ്ടാകും. ഈ വിശേഷ വസ്ത്രം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? മുമ്പ് വായിച്ച നമ്മുടെ ഒരു വാക്യത്തിലേക്ക് തിരിച്ചു വരാം. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷക്കാരോട് പിന്നെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളഞ്ഞു. ഒരു കുഴപ്പമില്ലാതെ ആ വഴി കൂടെ നടന്ന് കൂട്ടണം. വല്ല കുഴപ്പമുണ്ടായിരുന്നോ? അവനെ അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു. അവനെ വിളിച്ച് അകത്ത് വരുത്തി കയ്യും കാലും കെട്ടി എവിടെയാണ് പറഞ്ഞത്? ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുക. ഇത് നീക്കളിയാണ്. ഇതൊരു ജില്ലയുടെ പരിപാടിയല്ല നാം വിചാരിക്കുന്നത് പോലെ. നാം വിളിച്ച് നമ്മെ ഇതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ ഇതിനകത്ത് ഒരു വിവാഹ വസ്ത്രത്തോടു കൂടെ ജീവിക്കേണ്ട ഒരു നിലവാരമുണ്ട്. അവന് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ ഇട്ട് തള്ളിക്കളഞ്ഞു. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവിടെ എന്തെങ്കിലുണ്ട്? കരച്ചിലും കരയുന്നു. നമുക്ക് മനസ്സിലാകാം. നരത്തിൽ പോയാൽ എന്താ ചെയ്യൂ? എന്നായിക്കോട്ടെ കരച്ചിവ അറിയാവോ? സാധനത്തിന് അറിയാവോ? അതും പഠിക്കും. ചാകാത്ത പുഴുവും കെടാത്ത തീയും. അവിടെ പോയാൽ നരത്തിലൂടെ പല്ലിയുടെയും നിലവിളിയായിരിക്കും. ഭയങ്കര തരത്തിലായിരിക്കും. അതപ്പോ വല്ല വിധാനം പോകാൻ നോക്കണ്ടേ? പുറത്തേക്ക് പോകണം. അങ്ങനെ പോകുന്നവരുടെ കാര്യത്തിലുണ്ടോ? ഇനി പല്ലുകളിയാണ് ഉണ്ടാകുന്നത്. എനിക്കാണ് ഇപ്പം പല്ല് നോക്കുമ്പോഴേ പ്രശ്നമാണ്. കഴിഞ്ഞ വ്യാഴത്തേക്ക് എന്ത് പല്ലുവേദനയായിരുന്നു. അത് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞതാ. നിങ്ങളുടെ മറവിയാണ് എന്റെ വിജയം. എന്തിനാ നരകത്തിൽ കിടന്ന് നമ്മൾ പല്ല് കടിക്കുന്ന സാധനം? എന്തിനാ എപ്പോഴാ പല്ല് കടിക്കുന്ന? ദേഷ്യം പറ്റും. നരകത്തിൽ കിടന്ന് ആരോടാ ദേഷ്യപ്പെടാൻ? എന്ത് ഓർക്കുന്നു? നിങ്ങളിത് വന്നു ആരാധിച്ചാൽ മതിയല്ലേ?
ഞങ്ങളുടെ സമയം പോലെ ആരാധിച്ചാൽ മതി, എങ്ങനെ ജീവിക്കും, ഒരു കുഴപ്പമില്ല, ഉപദേശമില്ല, വിശദീകരണമില്ല, വേർപാടില്ല, ഒന്നുമില്ല. ഞായറാഴ്ച വന്നു ആരാധിച്ചോണം. അത് ആവിഷ്കാരമല്ല, കറക്റ്റ് വന്നത് അതുപോലെ തുള്ളുന്ന പോലെ വന്ന് കൊണ്ടുപോകണം. വിശദീകരണം ഉണ്ടോ? ഇല്ല. വേർപാടുണ്ടോ? ഇല്ല. സഭയുടെ വേറെ ഭയങ്കര ബിരുദം എന്നറിയാം. പല നിലവാരത്തിൽ പേരിട്ടുണ്ട്. എങ്ങനെയും ജീവിക്കാം, ഏത് രീതിയിലും ജീവിക്കാം. നിങ്ങൾക്ക് ആരാധിച്ചാൽ മതി, സ്വതന്ത്രാഴ്ച കൊടുത്താൽ മതി, നിങ്ങൾ സ്വർഗത്തിരിക്കുന്നത്. ഇങ്ങനെ ഈ സഭയിലെ വിശ്വാസി ഇവിടെ കടന്ന് വിശേഷവസ്ത്രം ഇല്ലായിരുന്നു, വിശുദ്ധ ജീവിതം ഇല്ലായിരുന്നു. അവനെ എവിടെ ഇട്ട് ഏറ്റവും പുറത്തോടെ ഇരുട്ടിലിട്ട് അവനെവിടെ കിടന്ന് കരഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവരുടെ വർഷപ്പിന്റെ ലീഡറും വേണ്ട അപ്പുറത്ത് കിടക്കുന്നു. വിശുദ്ധി വേണ്ട, വേർപാട് വേണ്ട, ഈ ആരാഴ്ച മതി, സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞ് ഭയങ്കര ആരാധനയായിരുന്നു. തമ്മും ഋതമ്പാടും ജാസും എല്ലാം വെച്ചിട്ട് ആരാധന ഭൂമിയിൽ നടത്തപ്പെടുക. ആരാധന ഒരു അരമണിക്കൂർ നിർത്തി വെച്ചിരിക്കുക. അതിനുശേഷം നമ്മുടെ ആരാധന തുടങ്ങുമെന്ന് സഭ അനൗൺസ് ചെയ്തു. എന്നാ പറ്റി? കറണ്ട് പോയി. കറണ്ടില്ലെങ്കിൽ അവർക്ക് ആരാധനയില്ല. കറണ്ട് വന്നപ്പോഴേക്കും പൂർവാദ ശക്തിയോടെ വീണ്ടും നമുക്ക് ആരാധിക്കാറുണ്ട്. കാരണം ഈ ഡ്രമ്മും സൈഡ്രമ്മും അവരുടെ കീബോർഡും എല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് വർഷിപ്പ് വരത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററിനോട് ചോദിച്ചു, ആരെങ്കിലും കീബോർഡ് വായിക്കാൻ അറിയാവുന്നുണ്ടോ? എല്ലാ പാസ്റ്ററെ അല്ല, നമ്മുടെ സഭയിൽ ഒരു കീബോർഡ് പൈസ കൊടുത്തോളാം, എല്ലാ ഞായറാഴ്ച ഒന്ന് വർഷിപ്പ് തിരിക്കാം. പാസ്റ്ററെ ഒരു ഡ്രമ്മും സൈഡ്രമ്മും വെച്ചാൽ പറയും. ഇപ്പൊ കറണ്ട് ഉണ്ടെങ്കിൽ എന്ത് വരത്തുള്ളൂ? ആരാധന വരത്തുള്ളൂ. കറണ്ട് പോയാൽ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വർഷിപ്പ് ആരംഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ വർഷിപ്പിന്റെ ആരാ ലീഡറും പാസ്റ്ററും ഇവൻ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് കിടന്നപ്പോ നോക്കിയപ്പോ കണ്ടു പാസ്റ്റർ കിടക്കുന്ന അപ്പറെ ഉടനെ പാസ്റ്ററെ നോക്കിട്ട് ഇവനൊരു കരച്ചിലും വലിയ പാസ്റ്റർ ഇപ്പോഴും നിന്നു. എന്താ പറഞ്ഞിട്ട് നിന്റെ ഒരൊറ്റ വാക്ക് കേട്ടത് കൊണ്ടാണ് ഞാൻ എവിടെ വന്നത്, ഈ നരകത്തിൽ വന്നത്. അടുത്ത് കിടക്കുന്ന പാസ്റ്റർ നോക്കിയാ വലിയ. കാരണം എന്താ? ആരാധിച്ചാൽ മതിയല്ലേ? വിശുദ്ധി വേണ്ടത്, വേർപാട് വേണ്ട, വിശേഷ വസ്ത്രമോ കല്യാണ വസ്ത്രമോ ഒന്നും വേണ്ട. നിങ്ങൾ ചുമ്മാ ആരാധിച്ചാൽ മതി, സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞു. ഇപ്പൊ കിടക്കുന്നത് എവിടെയാ? ഈ നരകത്തിൽ കിടന്ന് അവിടെ എന്തുണ്ടായി? കരച്ചിലും പരിപാടിയും ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഓർക്കും, എങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകുന്നവര് ഒത്തിരി പേരുണ്ടാവോ? ഒത്തിരി പേരുണ്ടാവോ? ചുരുക്കം. ഇങ്ങനെയാണെങ്കിൽ പ്രശ്നമാണല്ലോ. ആ വെളിപ്പാട് 3-ന്റെ 4-ാമത്തെ വാക്യം മുൻപായിട്ട്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിൽക്കുന്നു. ഉടുപ്പ് മലിനമാകാത്ത ചിലർ, ഭയങ്കര സമയം ഇഷ്ടംപോലെ ആളുണ്ട്. പക്ഷെ ഉടുപ്പ് മലിനമാകാത്ത എത്ര പേരെ ഉള്ളൂ? കുറെ പേർ. ഈ ലാക്കാട് ദേശത്ത് ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് നമ്മുടെ സഭയിൽ എല്ലാവരും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഇങ്ങനെ വചനം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം ഇഷ്ടമുള്ള രീതിയിൽ പോകുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. അതുകൊണ്ടാണ് ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സദസ്സിലുണ്ടെന്ന് പറഞ്ഞ പോലെ ലാക്കാട് ദേശത്ത് ഉടുപ്പ് മലിനമാകാത്ത കുറെ പേരുണ്ടായിരിക്കണം. അവർ അടുത്തത് കുറെ പേർ സദസ്സിലുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. അവർ യോഗ്യന്മാരാകിയാൽ വെള്ളം ധരിച്ച്, ഏത് യോഗ്യതയാ? ആ വിശുദ്ധന്റെ നീതി പ്രവൃത്തി എന്ന ആ യോഗ്യത പ്രാപിച്ചവർ വെള്ളം കൊടുത്തുകൊണ്ട്. ഇപ്പം വെള്ള ഡ്രസ്സിനൊന്നും പ്രത്യേകതയൊന്നുമില്ല. വെള്ളത്തുണിയും കളറുള്ള തുണിയും എല്ലാം ഒരേപോലെ ഉള്ളൂ. പക്ഷേ എങ്കിലും വെള്ളയെക്കുറിച്ച് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. മനസ്സിലാക്കാനെങ്കിലും ഇനി നമ്മൾ ധരിക്കുന്ന വെള്ള എല്ലാം കൂട്ടിക്കോ. എങ്കിൽ പോലും അവർ വിശുദ്ധന്മാരാകിയാൽ വസ്ത്രം കൊടുത്തോണ്ട് നടക്കുമെന്ന് എഴുതിയാൽ പോരായിരുന്നു. ഈ വെള്ള എന്തെന്ന് എഴുതിയത്? വെള്ളയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കഴിവതും നമ്മുടെ ജീവിതത്തിലേക്ക് അകം മുഴുവൻ വെള്ളം പൂജ നമുക്കെല്ലാം കർത്താവ് പറഞ്ഞാൽ അകം മുഴുവൻ ചീഞ്ഞളിച്ചിരിക്കുക, പുറത്ത് നല്ല വെള്ള തുണി ഏറ്റവും കൂടിയത് ധരിച്ചുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യവുമില്ല. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ യോഗ്യന്മാരാകിയാൽ എങ്ങനെ നടക്കുന്ന
വെള്ളം ധരിച്ചു. വെള്ളയ്ക്ക് എപ്പോഴും ഒരു യോഗ്യതയുണ്ട്, വെള്ളയ്ക്ക് എപ്പോഴും ഒരു മൂല്യമുണ്ട്. അവർ ധരിച്ച് നടക്കും. എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. വെള്ളയുടുപ്പ് ഏതാണെന്ന് നമ്മൾ മുമ്പ് ചിന്തിച്ചു. വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തി. എല്ലാ നീതിപ്രവൃത്തിയല്ല, വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാണ് ആ വെള്ളയുടുപ്പ്. നാം ഈ ഭൂമിയിൽ എന്തൊക്കെ നേടിയാലും, എന്തൊക്കെ നിലം നമുക്കുണ്ടെങ്കിലും, എന്തൊക്കെ കച്ചവടം നമുക്കുണ്ടെങ്കിലും, വെള്ളയുടുപ്പില്ലെങ്കിൽ പുറത്തെ ഇരുട്ടിലേക്ക് തള്ളിക്കളയാനിടയാണ്. ഇന്ന് പൽക്കാലം നിനക്ക് എന്താണ് വേണ്ടത്? ഇനി കുറച്ചും കൂടെ നില ഞങ്ങൾക്ക് വേണം. അതാണോ ഇന്ന് ഈ അവസാന സെക്കൻഡിൽ? ഒരു കാര്യം കൂടെ ഒറ്റ സെക്കൻഡ് ഒന്ന് ശ്രദ്ധിച്ചോ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിരുന്നിന്റെ കാര്യം എങ്ങനെയാ? വിരുന്ന് എടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളോ? വിരുന്നെങ്ങനെയാ? മുത്താനം റെഡിയായിരിക്കുക. ഏറ്റവും നല്ല കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുക. വിരുന്ന് റെഡി. നമ്മുടെ വസ്ത്രത്തിന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിക്കുക. വിരുന്ന് റെഡിയായെന്ന് പറഞ്ഞ് കാഹളം ഊതുവാൻ സമയം ആസന്നമായി. അന്നേരത്തേക്ക് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തിയെന്ന് നമ്മുടെ വസ്ത്രം എപ്രകാരമായിരുന്നു ചിന്തിക്കാം. അയ്യോ, ഈ കല്യാണ വസ്ത്രമില്ലാതെ എങ്ങനെ കാരണാത്മകൾ ഉയർത്തുകൊള്ളപ്പെടും? ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി ലഭിച്ചേക്കാം. ആ വിശുദ്ധ നാട്ടിൽ, ആ വിശുദ്ധ വിവാഹത്തിൽ പോകാനുള്ള ഒരുക്കം നമുക്കുണ്ടോ? ഈ അവസാന സമയത്തെങ്കിലും അവിടെ വിരുന്ന് റെഡിയായി കഴിഞ്ഞിരിക്കുക. ഇനി ഇങ്ങോട്ട് ചെന്ന് നിറയുന്ന താമസം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡ്രസ്സ് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കട്ടെ. ഈ അവസാന സമയത്തെങ്കിലും നമ്മുടെ ഡ്രസ്സ് മോശം നിന്നപ്പോഴേക്കും പിശാച് വന്നുകൊണ്ടാണ് അവൻ്റെ ഡ്രസ്സിനൊരു അഴുക്ക് പുരണ്ടിരിക്കുന്നു. പിശാച് നോക്കുക നമ്മുടെ പോരായ്മകൾ, നമ്മുടെ ഈ വിശുദ്ധ വെള്ളമെടുപ്പിലുള്ള ചെളികൾ എന്തൊക്കെയാണ് പിശാച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങൾ നമുക്ക് നമ്മെ തന്നെ എങ്ങനെയാ ഒരുക്കേണ്ടത്? തന്നെത്താൻ ഒരുക്കുവാൻ തയ്യാറാകുമോ? തന്നെത്താൻ ഒരുക്കിയെങ്കിൽ മാത്രമേ ആ വിവാഹ വസ്ത്രം ധരിച്ച് നമുക്ക് മണവാളിനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതിനുള്ള ഒരു ഈ ദിവസങ്ങൾ ഉണ്ടായിട്ട് ഇനി കാലങ്ങളും സമയങ്ങളൊന്നും അധികമില്ല. നമുക്ക് തോന്നിവാസം നടക്കാനോ, നമുക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ നടക്കാനോ, നമുക്ക് ആരെ ഭഗവത്താൽ നടക്കാനോ ഒന്നും ഇതിന് മുൻപിലില്ല. ഇപ്പോൾ പത്രോ മാധ്യമങ്ങൾ നോക്കിയാൽ ഞെട്ടിപ്പോ കുഞ്ഞുങ്ങൾ വരെ, സ്കൂളിൽ പഠിക്കുന്നവർ വരെ ഏറ്റവും അധാർമികമായ ജീവിതം, മദ്യത്തിനും മയക്കുമരുന്നിനും ചെറിയ ക്ലാസുകളിൽ പോയി വളരെ ഭീകരത നടപാടിക്കൊണ്ടിരിക്കുക. ഒരൊറ്റ കാര്യോട് ഇത് അധർമ്മം സകല ശക്തിയോടുകൂടെ വെളിപ്പെടുവാൻ വേണ്ടി പോവുകയാണ്. അധർമ്മമൂർത്തിയുടെ വെളിപ്പാടിനുള്ള ഒരുക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോഴേക്കും ദൈവം എന്ത് മനസ്സിലാക്കണം? നമ്മുടെ പ്രാണപ്രിയയുടെ വരവേറ്റവും ആസന്നമായി, കർത്താവിന്റെ വരവേറ്റവും ആസന്നമായി, കാഹളം ഊതുവാൻ സമയമായി. നിന്റെ വസ്ത്രം എങ്ങനെയെന്ന് പോയ കാലം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം.